കറുപ്പും വെളുപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ സുരക്ഷാ ഏജൻസികളുടെയും എല്ലാ ചാരസംഘടനകളുടെയും എല്ലാ സൈന്യ വിഭാഗത്തിൻ്റെയും പോലീസിൻ്റെയും എല്ലാം ശ്രദ്ധയുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, തഹാവൂർ ഹുസൈൻ റാണ. ഇദ്ദേഹം ആരാന്ന് മീഡിയയിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യയിലെ മുംബൈയിലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും സ്കീമറും വിദേശചാരനും പോയിട്ട് ഒരു ദന്ത ഡോക്ടറും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്യാപ്റ്റനായിരുന്നു. ക്യാപ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റാങ്കൊന്നുമല്ല, ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ കിട്ടുന്ന ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ റാങ്കാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് കനേഡിയൻ പൗരത്വം ഉള്ളപ്പോൾ തന്നെ ISIയുമായിട്ടും മറ്റ് ഇന്ത്യ വിരുദ്ധ ഭീകര ശക്തികളുമായിട്ടും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന, ധനസഹായം സ്വീകരിച്ചിരുന്ന, ഉപദേശം നൽകിയിരുന്ന പ്ലാനിങ്ങിന്റെ വിദഗ്ധനായിരുന്നു ഇദ്ദേഹം. ഒരു ഡോക്ടറുടെ ബുദ്ധിയൊക്കെ അദ്ദേഹം ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ച ആളാണ്. ഈ തരുണത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ആക്രമണം നടത്തിയ ആ സംഘത്തിൽ നിന്ന് നമുക്ക് ആകസ്മികമായിട്ട് ജീവനോട് പിടികിട്ടിയ ഒരു വ്യക്തിയാണ് കയ്യിൽ രാഖിയൊക്കെ അണിഞ്ഞ് ഹിന്ദു സുന്ദരനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന അജ്മൽ ഖസം. അതിന്റെ പുറകിലെ ഒരു വലിയ ഗൂഢാലോചന, രാജ്യത്തിനെതിരായിട്ടും ഒരു സമുദായത്തിനെതിരായിട്ടും ഒക്കെ ഉള്ള വലിയൊരു ഗൂഢാലോചന നടന്ന സമയമാണ്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനും ആസൂത്രണത്തിനും പരിശ്രമത്തിന് ശേഷമാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് തിരിച്ചു കിട്ടിയത്. തഹാവൂർ റാണ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മാധ്യമങ്ങൾക്കൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചില സമയത്ത് അവർ ചില വാക്കുകൾ വിഴുങ്ങുകയോ ചില വാക്കുകൾ മാറ്റുകയോ ഒക്കെ ചെയ്യും. ഞാൻ നല്ലവണ്ണം ഓർമ്മിക്കുന്നു, അയോധ്യയിലെ ബാബറി മസ്ജിദ് എന്ന് നമ്മൾ വിളിച്ചിരുന്ന കെട്ടിടം തകരുന്നത് വരെ അതറിയപ്പെട്ടിരുന്നത് തർക്കമന്ദിരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അത് തകർന്ന ആ സെക്കൻഡ് തൊട്ട് മാധ്യമങ്ങൾ പറഞ്ഞത് അത് ബാബറി മസ്ജിദാണെന്ന്. ഈ തകരുന്നത് വരെ തർക്കമന്ദിരമായിരുന്ന കെട്ടിടം തകർന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ അത് ബാബറി മസ്ജിദായെന്നുള്ള കാര്യം എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല. ഇത് മാധ്യമങ്ങളുടെ ഒരു ഗൂഢാലോചന ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ തഹാവൂർ റാണ എന്ന് മാത്രമേ പറയുള്ളൂ. തഹാവൂർ ഹുസൈൻ റാണ എന്ന് പല പത്രങ്ങൾക്ക് എഴുതാൻ മഷി തയ്യാറുണ്ട്. ഈ ഹുസൈൻ അവരങ്ങ് ഒഴിവാക്കും. തഹാവൂർ റാണ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഹിന്ദു പേരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പത്രങ്ങൾ കാണിക്കുന്ന അതിബുദ്ധിയാണ്. എന്തായാലും തഹാവൂർ റാണ അല്ലെങ്കിൽ തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട്, ഇന്ത്യയിലെ ഭാരതീയ ശിക്ഷാ നിയമ സംഹിത അനുസരിച്ചിട്ട് അദ്ദേഹം വിചാരണ ചെയ്യുകയും നടപടികളിലിട്ട് കിടക്കുകയും ചെയ്യും. ഈ അജ്മൽ ഖസബിനെ പോലെ 10 വർഷം ബിരിയാണിയും കൊടുത്ത് നമ്മൾ ഇദ്ദേഹത്തെ പരിചരിക്കുന്നതിന് പകരം ഒരു വിദേശ പൗരൻ, ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യയിൽ കാണിക്കുന്ന കുറ്റകൃത്യവും ഒരു വിദേശ പൗരൻ ഇന്ത്യയിൽ കാണിക്കുന്ന കുറ്റകൃത്യവും നമ്മുടെ ഭരണഘടനയും നീതി വ്യവസ്ഥയും രണ്ടും രണ്ടായിട്ട് കാണേണ്ടതാണ്. അതായത് ഒരു വിദേശി ഇന്ത്യയിൽ വന്ന് ഒരു അക്രമം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷയും ശിക്ഷാ നടപടികളും ശിക്ഷാക്രമവും കോടതികളും എല്ലാം പ്രത്യേകമാക്കേണ്ട ഒരു സമയം ഇന്ത്യയിലേക്ക് വന്നിരിക്കും. തഹാവൂർ ഹുസൈൻ റാണയുടെ കാര്യം നമുക്കൊരു നല്ല ഹോംവർക്കാണ്. അദ്ദേഹത്തെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ സൈനിക കോടതിയിൽ
വിചാരണ ചെയ്ത് അദ്ദേഹത്തിന് ഉചിതമായ ശിക്ഷ നൽകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കോടതികളിൽ FIR ഇട്ട് അത് വിചാരണ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇത്രയും പ്രായം ഒരാൾ ജീവിച്ചിരിക്കുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ കോടിക്കണക്കിന് രൂപ നമുക്ക് ചിലവാക്കേണ്ടത്, കോടിക്കണക്കിന് രൂപ, ഏകദേശം 100 കോടിയോളം രൂപ ഈ വിമാനങ്ങളിൽ കൊണ്ടുവരുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനും ആൾറെഡി നമുക്ക് ചിലവാക്കി കഴിഞ്ഞു. ഇനിയും എത്ര കോടി രൂപ നമുക്ക് ചിലവാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ടാക്സ് പേയേഴ്സ് കൊടുക്കുന്ന ഒരു ചിലവാണത്. ഇന്ത്യയിലെ ഇന്ത്യ രാജ്യത്തിനെതിരെയുള്ള കുറ്റമാണ്. കൃത്യമായി സൈനിക കോടതികളിൽ വിചാരണ ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണെങ്കിൽ തീർച്ചയായും സൈനിക കോടതി ഏൽപ്പിച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ഉചിതമായ ന്യായമായിട്ടുള്ള ശിക്ഷ, സൈനിക കോടതി കൊടുക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ അദ്ദേഹം തയ്യാറായിരിക്കണം. അതിനുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.